എസ്.എഫ്.ഐ പ്രവർത്തകർക്ക് നേരെ എ.ബി.വി.പിയുടെ ആക്രമം. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് എസ്.എഫ്.ഐ പ്രവർത്തകരെ എ.ബി.വി.പി ആക്രമിച്ചത്. എ.ബി.വി.പി പ്രവർത്തകർ പെൺകുട്ടികളോട് അശ്ലീലാംഗ്യം കാണിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച് അറസ്റ്റ് ചെയ്ത എ.ബി.വി.പി പ്രവർത്തകരാണ് എസ്.എഫ്.ഐ പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തി. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഗവർണർ നടത്തുന്ന RSS വൽക്കരണത്തിനെതിരെ വലിയ പ്രതിഷേധം എസ്.എഫ്.ഐ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ആയിരിക്കണം എ.ബി.വി.പി ഇപ്പോൾ ഈ അതിക്രമവുമായി രംഗത്തെത്തി. എന്താണ് നടന്ന കാര്യങ്ങൾ? സിജു, തീർച്ചയായും ഈ എസ്.എഫ്.ഐ പ്രവർത്തകർ രാജ്ഭവനിൽ നടത്തിയ മാർച്ചിന് ശേഷം തിരികെ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമം എ.ബി.വി.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഈ വനിതാ പ്രവർത്തകരെടുക്കാം എസ്.എഫ്.ഐയുടെ വനിതാ പ്രവർത്തകരുടെ മോശം ആംഗ്യം കാണിക്കുകയും അശ്ലീലം കാണിക്കുകയും അതോടൊപ്പം തന്നെ അസഭ്യ വർഷം നടത്തുകയും ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് എസ്.എഫ്.ഐ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ എ.ബി.വി.പിയുടെ അക്രമം ഉണ്ടായത്. മ്യൂസിയം സ്റ്റേഷന് മുന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായത്. എന്തായാലും എസ്.എഫ്.ഐയുടെ ജില്ലാ ഭാരവാഹികൾ തന്നെ നമുക്ക് ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാർച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സാഹചര്യത്തിനകത്താണ് നിലവിൽ സ്റ്റേഷന് മുന്നിൽ നിന്ന ചില പ്രവർത്തകർ അവർ പോവുകയായിരുന്നു. അവരുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നൊരു സമീപനം ഉണ്ടായി. അവർ വാക്ക് തർക്കം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ചില എ.ബി.വി.പി പ്രവർത്തകർ വരുന്നു. അത് സ്റ്റേഷനകത്ത് ഞങ്ങളും പോകുന്ന ഘട്ടത്തിനകത്ത് അവരും ആയിട്ട് ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് വിഷയം തുടങ്ങിയത്. ആ പ്രശ്നം വഷളാക്കിയത് പോലീസിനകത്തുള്ള ചില ആളുകളാണ്. പോലീസ് ആ രീതിയിലല്ല അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന. പോലീസിലെ ചില ആളുകൾ, ഒരു കോൺസ്റ്റബിളും റൈറ്ററും ആയിട്ടുള്ള 2 പേർ ചേർന്നുകൊണ്ട് അതിനെ നമ്മളെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി വരുന്നത്, നേരത്തെ എ.ബി.പിക്കാരെ അകത്തോട്ടുള്ളിൽ തിരികെ കയറ്റി എസ്.എഫ്.ഐക്കാരെ വരുന്നവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോലീസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നുള്ളതാണ് നിലവിൽ സ്റ്റേഷനിൽ അറിയിച്ചിട്ടുള്ളത്. എ.ബി.വി.പി പ്രവർത്തകരെ പെൺകുട്ടികളടക്കം മോശമായി പെരുമാറി എന്നാണ് പറയുന്നത്. എ.ബി.വി.പി പ്രവർത്തകർ പെൺകുട്ടികൾ അവർ തന്നെ നേരത്തെ പറയുകയുണ്ടായി. നിങ്ങൾ ബൈറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? കാര്യം അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ആ പെൺകുട്ടികൾ. അപ്പം സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾ പരാതി കൊടുക്കും. ഇനിയിപ്പം ഇതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് എ.ബി.പിക്കാരും ഉണ്ട്. അതിന് എല്ലാ ഒത്താശ ചെയ്യുന്ന രീതിയിൽ ജനൻ ടി.വി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങൾ വേറെ രീതിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ആ രീതിയിൽ തന്നെ CCTV പോലീസ് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കാമെന്നും പറഞ്ഞു. പരാതി കൊടുക്കാൻ തന്നെയാണ്. അല്ല, നിലവിൽ പരാതി നമ്മൾ സ്റ്റേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസുകാർക്കെതിരെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടികളും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാമെന്ന് സ്റ്റേഷനിൽ SHO അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളിവിടെ പ്രവർത്തകരെ പിരിഞ്ഞു പോകാൻ വേണ്ടി നിലവിൽ എടുത്ത് പറഞ്ഞു. ഈ രാജ്ഭവനിലേക്ക് എസ്.എഫ്.ഐയുടെ മാർച്ച് കഴിഞ്ഞ് വരുന്ന സമയത്താണല്ലോ അതെ, ഇത് ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു സംഘർഷമാണ്. കാരണം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഉള്ള ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനകത്ത് രാജ്ഭവൻ ഉണ്ടായ നാണക്കേട്, ആ നാണക്കേട് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടലാണിതെന്നാണ് എസ്.എഫ്.ഐ മനസ്സിലാക്കുന്നത്. സുലേഖയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എസ്.എഫ്.ഐ പ്രവർത്തകർക്ക് നേരെ എ.ബി.വി.പിയുടെ അക്രമം.